ഹായ്, ഞാൻ സുബിൻ വി ആർ. 2024 ജൂലൈയിലെ ബഡ്ജറ്റിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ന്യൂ ടാക്സ് റെജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ട് TDS പ്രൊവിഷൻസ്, ഇൻഡെക്സേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇൻകം ടാക്സിലെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയകളിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിന്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ ടാക്സ് റെജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും TDSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റ് അടുത്ത വീഡിയോ സീരീസിൽ നിങ്ങൾക്ക് കാണാം. മലയാളത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂ ടാക്സ് റെജിം ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതൊട്ടും അട്രാക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും പഴയ ടാക്സ് റെജിമാണ് സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ 2023 ബഡ്ജറ്റിൽ ന്യൂ ടാക്സ് റെജിം വളരെയധികം അട്രാക്റ്റീവ് ആക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത മെജോറിറ്റി ആളുകളും ന്യൂ ടാക്സ് റെജിമാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഉദ്ദേശം തന്നെ പതുക്കെ എല്ലാവരെയും ന്യൂ ടാക്സ് റെജിമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു ഇന്റൻഷൻ തന്നെയാണ് നമുക്ക് ഈ ബഡ്ജറ്റിലും കാണാനായിട്ട് കഴിയുന്നത്. കാരണം എല്ലാ ഇളവുകളും അല്ലെങ്കിൽ ബെനിഫിറ്റ്സുകളും ന്യൂ ടാക്സ് റെജിമിൽ ഉള്ളവർക്ക് മാത്രമാണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. സാലറീഡ് ആയിട്ടുള്ള ആളുകളുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 50,000 രൂപയിൽ നിന്നും 75,000 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തു. പക്ഷേ നിങ്ങളിത് ന്യൂ ടാക്സ് റെജിം ഓപ്റ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ മാത്രമാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. മറ്റൊന്നുള്ളത് ന്യൂ ടാക്സ് റെജിമിലെ ടാക്സ് സ്ലാബുകൾ ഓൾറെഡി വളരെ ബെനിഫിഷ്യൽ ആണ്. അത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുകയുണ്ടായി. അതായത് 3 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. 3 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെ 5%, 7 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ 10%, 10 മുതൽ 12 വരെ 15%, 12 മുതൽ 15 ലക്ഷം വരെ 20%, 15 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 30%. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എത്രത്തോളം ബെനിഫിറ്റ് ആണ് ന്യൂ ടാക്സ് റെജീമിലെ റിവൈസ്ഡ്, ന്യൂ ടാക്സ് റെജീമിലെ തന്നെ പുതിയ ടാക്സ് റെജീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ടാക്സ് ബെനിഫിറ്റ് ലഭിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് 15,75,000 രൂപയാണ് നിങ്ങളുടെ സാലറി എന്ന് കരുതൂ. നമ്മൾ ഇപ്പോഴത്തെ ന്യൂ ടാക്സ് റെജീമും ബഡ്ജറ്റിൽ റിവൈസ് ചെയ്തിട്ടുള്ള ന്യൂ ടാക്സ് റെജീമിലെ സ്ലാബുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നിങ്ങളുടെ സാലറി 15,75,000 രൂപയാണെന്ന് വിചാരിക്കുക. മുൻപ് നിങ്ങൾക്ക് 50,000 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 75,000 രൂപ വരെ, അതായത് 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ 75,000 രൂപ വരെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ സാലറി എന്ന് പറയുന്നത് മുൻപ് 15,25,000 ആയിരുന്നു, ഇപ്പോൾ 15 ലക്ഷം മാത്രമാണ്. ന്യൂ ടാക്സ് റെജിമിലെ മുൻപത്തെ ടാക്സ് സ്ലാബ് പ്രകാരം നിങ്ങളുടെ ടാക്സ് ലാബിലിറ്റി എന്ന് പറയുന്നത് 1,57,500 രൂപയാണ്. ഈ പുതിയ റിവൈസ്ഡ് ടാക്സ് സ്ലാബ് പ്രകാരം നിങ്ങളുടെ ടാക്സ് ലാബിലിറ്റി വരുന്നത് 1,40,000 രൂപ മാത്രമാണ്. സെസ് 6,300 രൂപ, റിവൈസ്ഡ് പ്രകാരം 5,600 രൂപ. മുൻപത്തെ ന്യൂ ടാക്സ് റെജീം പ്രകാരം നിങ്ങളുടെ ടാക്സ് ലാബിലിറ്റി വരുന്നത് 1,63,800 രൂപ, പുതിയ റിവൈസ്ഡ് സ്ലാബ് പ്രകാരം വരുന്നത് 1,45,600 രൂപ. അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്ലാബ് ചേഞ്ച് കൊണ്ട് മാത്രം 18,200 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. പല ആളുകളും ഇപ്പോഴും എൻക്വയറി ചെയ്യുന്ന ഒരു കാര്യമാണ് ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ ടാക്സ് എങ്ങനെ സേവ് ചെയ്യാം എന്നതിനെ കുറിച്ച്. പക്ഷെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇനി ടാക്സ് പ്ലാനിങ്ങിന് പ്രത്യേകിച്ച് സ്കോപ്പ് ഒന്നുമില്ല. കാരണം നിങ്ങൾ ഇത്ര അധികം എഫർട്ടൊക്കെ എടുത്ത് ഒരുപാട് ഡിഡക്ഷൻസും അല്ലെങ്കിൽ വളരെ പ്ലാൻ ചെയ്ത് നിങ്ങൾ ടാക്സ് കുറയ്ക്കാനൊക്കെ ആയിട്ട് വിചാരിച്ചിട്ട് നിങ്ങൾ ടാക്സ് കുറയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ന്യൂ ടാക്സ് റെജീം എടുത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നിങ്ങളെക്കാൾ കുറവ് ടാക്സ് വരാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ടാക്സ് പ്ലാനിങ് ഒക്കെ ചെയ്ത് അവസാനം നിങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു ടാക്സ് പ്ലാനിങ്ങും ഇല്ലാതെ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്ത് നിങ്ങളെക്കാൾ കുറവ് ടാക്സ് അടയ്ക്കുന്ന മറ്റൊരാളുടെ അടുത്താണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിവൈസ്ഡ് ടാക്സ് സ്ലാബ് പ്രകാരം 15,75,000 രൂപ സാലറീഡ് ആയിട്ടുള്ള ഒരാളുടെ ടാക്സ് ലാബിലിറ്റി എന്ന് പറയുന്നത്, സെസ്സിന് മുമ്പുള്ള ടാക്സ് ലാബിലിറ്റി എന്ന് പറയുന്നത് 1,40,000 രൂപയാണ്. ഇനി നിങ്ങൾ ഡിഡക്ഷൻ എടുക്കുകയാണ്, നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീമിൽ ഡിഡക്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ 1,40,000-ലും താഴെ ടാക്സ് വരണം എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡിഡക്ഷൻ നിങ്ങൾ എടുക്കണം എന്ന് നമുക്കൊന്ന് നോക്കാം. ചുരുങ്ങിയത് 4,51,280 രൂപയുടെ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീമിൽ 1,40,000 രൂപയുടെ ടാക്സിലേക്ക് എത്തുകയുള്ളൂ. 4,51,280 രൂപയുണ്ടെങ്കിൽ ഇതൊരു ബ്രേക്ക് ഈവൺ മാത്രമാണ്. നിങ്ങൾ ഇപ്പോഴും ബെനിഫിഷ്യൽ ആയിട്ടില്ല. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡിഡക്ഷൻ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഓൾഡ് ടാക്സ് റെജീം ബെനിഫിഷ്യൽ ആവുകയുള്ളൂ. അപ്പോൾ സാധാരണ നിങ്ങൾ എടുക്കാവുന്ന സെക്ഷൻ 80C ഡിഡക്ഷൻ 1,50,000 രൂപ. ഹൗസിംഗ് ലോൺ ഉള്ള ആളുകൾക്ക് ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ട് കഴിയും 2 ലക്ഷം രൂപ.
അപ്പോൾ 3,50,000 രൂപയായി. പലരും 80D ഡിഡക്ഷൻസ് എടുക്കാറുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ പാരൻസിന്റെ മെഡിക്കൽ എക്സ്പെൻസുകൾ ക്ലെയിം ചെയ്യാറുണ്ട്. നമുക്കിവിടെ 50,000 രൂപ വരെ 80Dയിൽ കൺസിഡർ ചെയ്യാം. പലരും ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സെക്ഷൻ 80CCD1B അതായത് NPSലേക്ക് അഡീഷണൽ കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് ഡിഡക്ഷൻ എടുത്ത് ടാക്സ് സേവ് ചെയ്യാറുണ്ട്. അപ്പോൾ മറ്റൊരു 50,000. ഇത്രയൊക്കെ കടമ്പകൾ കടന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് 4,50,000 രൂപയുടെ ഡിഡക്ഷനിലാണ്. ന്യൂ ടാക്സ് റെജീമിൽ ഒരു ഡിഡക്ഷനും എടുക്കാതെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ന്യൂ ടാക്സ് റെജീം ആയിരിക്കും ബെനിഫിഷ്യൽ. കാരണം നിങ്ങൾക്ക് ബ്രേക്ക് ഈവണിൽ എത്തണം എന്നുണ്ടെങ്കിൽ തന്നെ 4,51,250 രൂപ വേണം. ഇനിയും 2,000 അല്ലെങ്കിൽ 3,000 രൂപയുടെ ഡിഡക്ഷൻ മറ്റ് സെക്ഷനുകളിൽ നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി സാധാരണയായിട്ട് ഇനി വേറെ സെക്ഷനുകളൊന്നും ബാക്കിയില്ല. ഇനി നിങ്ങൾ 80G അങ്ങനെയുള്ള ഡൊണേഷൻസ് അങ്ങനെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ന്യൂ ടാക്സ് റെജീമിന്റെ വലിയ കടമ്പയെ നിങ്ങൾ ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾഡ് ടാക്സ് റെജീം ബെനിഫിഷ്യൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയധികം എഫർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നർത്ഥം. ഗവൺമെന്റും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആരും ഓൾഡ് ടാക്സ് റെജീം ഇനി എടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. CBDTയുടെ ചെയർമാൻ ഈ റീസെന്റ് അഭിപ്രായപ്പെട്ടതുപോലെ ഓൾഡ് ടാക്സ് റെജീമിനെ കാത്തിരിക്കുന്ന ഒരു സ്വാഭാവിക മരണമാണ്. അപ്പൊ പതുക്കെ ഈ ഓൾഡ് ടാക്സ് റെജീം ആരും ഓപ്റ്റ് ചെയ്യാതെ, എനിക്ക് തോന്നുന്നു അടുത്ത വർഷങ്ങളിൽ 2-3% പേര് പോലും ഇത് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ പതുക്കെ ഈ ഓൾഡ് ടാക്സ് റെജീം കാലഹരണപ്പെട്ടു പോകാനാണ് സാധ്യത. അപ്പോൾ ഇതാണ് ബഡ്ജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന റിവൈസ്ഡ് ന്യൂ ടാക്സ് റെജീമിന്റെ പ്രത്യേകത. പതുക്കെ ഓൾഡ് ടാക്സ് റെജീമിനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുന്ന ഒരു വിദ്യയാണ് നമ്മൾ കാണുന്നത്. കൂടാതെ ഫാമിലി പെൻഷൻ ഉള്ള ആളുകൾക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം 15,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അത് 25,000 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും ഈ ന്യൂ ടാക്സ് റെജീം ഒപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടായിരിക്കും. ഓൾഡ് ടാക്സ് റെജീമിന്റെ ശവപ്പെട്ടിയിലുള്ള അവസാനത്തെ ആണിയായിരുന്നു ഈ ബഡ്ജറ്റിൽ അടിച്ചിരിക്കുന്നത്. 4-5 വർഷങ്ങൾക്ക് ശേഷം ഈ ഡിഡക്ഷൻസിന്റെ സ്കീമുകളെല്ലാം ഒരുപക്ഷെ ഇൻകം ടാക്സ് ആക്ടിൽ നിന്ന് തന്നെ മിക്കവാറും ഒഴിവാക്കും. അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞതുപോലെ ഇൻകം ടാക്സിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പുതിയ ഒരു ഇൻകം ടാക്സ് ആക്ട് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ടാക്സ് കോഡൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ക്യാപിറ്റൽ ഗെയിനിലും TDS പ്രൊവിഷനിലും ഒക്കെ കാതലായിട്ടുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.